ഹായ് ഡിയേഴ്സ്, ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആണേ. അപ്പോൾ ഐലൈനർ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഐലൈനർ വരയ്ക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും ഇട്ട് കൊടുത്തു ഫേസിൽ. അപ്പോൾ ഐലൈനർ ഈ ക്യാമറയിലൂടെ എനിക്ക് വരയ്ക്കാനേ പറ്റുന്നില്ല. ഞാൻ പിന്നെ കണ്ണാടിയിൽ പോയി പെട്ടെന്ന് സ്മൂത്തായിട്ട് അങ്ങ് വരച്ചു കേട്ടോ. അപ്പോൾ സെറ്റായി. പിന്നെ അതിനുശേഷം ഞാൻ മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. അമ്പലത്തിലാണ് പോകുന്നത്, അതുകൊണ്ട് ഓവർ മേക്കപ്പ് ഒന്നുമില്ല, ചെറിയൊരു ടച്ചപ്പ് അത്രയേ ഉള്ളൂ. മസ്കാര ഇട്ടാൽ നമ്മൾ പീലിയൊക്കെ വിടർന്നിരിക്കും, ഇല്ല പിന്നെ നമ്മൾ ഈ ഫൗണ്ടേഷൻ്റെയൊക്കെ കളറൊക്കെ അതിലൊക്കെ ആയിട്ട് ഡള്ളായിരിക്കും. ഒന്ന് ചെറുതായിട്ടൊന്ന് മസ്കാര ഇട്ട് കൊടുത്തു. അപ്പോൾ സൂര്യൻ്റെ പ്രകാശമാണ്, വൈകുന്നേരം ആയതുകൊണ്ട് കണ്ണിൽ അടിച്ചു കയറുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ചെറുതായിട്ടൊന്ന് കാജൽ വരച്ച് കൊടുത്തു. കാജലിട്ട് നമ്മൾ കണ്ണൊന്ന് വരച്ചില്ലെങ്കിൽ കണ്ണിനൊരു ഉണർവ് കാണില്ല, മുകൾ മാത്രം വരച്ചാൽ മാത്രമേ രസം ഉണ്ടാവില്ല. പിന്നെ അതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മേബിലിൻ്റെ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ലൈറ്റായിട്ട് അത് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ അതിനെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കും കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ബ്ലഷും ചെയ്യാറുണ്ട്, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. അത് ബ്ലഷ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ ലിപ്സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യും. എനിക്കിഷ്ടമാണ് ഇതിൻ്റെ ഈ ഷെയ്ഡ്, ലിപ്സ്റ്റിക്ക് ഇടുന്ന ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അത് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് ചെയ്ത് സെറ്റാക്കി എടുത്തു, ഒന്ന് ചെറിയൊരു പിങ്കിഷ് കളറിന് വേണ്ടി. അതിനുശേഷം പൊട്ട് ഒരു ചെറിയ ഗോപി പൊട്ടാണ്. അപ്പോൾ നേരിയത് സാരിയാണ്, അപ്പോൾ അതിന് വേണ്ടി ഭംഗിയായിട്ട് ഇത് തന്നെയാണ്. പിന്നെ കമ്മലെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജിമിക്കിയാണ്. അപ്പോൾ കസവിൻ്റെ കൂടെ ജിമിക്കിയല്ലേ ഏറ്റവും ഭംഗി, അങ്ങനെ അതായി. പിന്നെ അതിനുശേഷം നെക്ലസ്, എൻ്റെ അമ്മയുടെ നെക്ലസ്സാണ് കേട്ടോ. അപ്പോൾ ആ നെക്ലസ് ഇട്ടു, എൻ്റെ ഫേവററ്റ് നെക്ലസ്സാണ്. അതിനുശേഷം തല ഇങ്ങനെയാണ് മുടി കെട്ടിയത്, കുളിപ്പിന്നല്ല, ജസ്റ്റ് ഇങ്ങനെ കെട്ടി. അപ്പോൾ സാരി, എനിക്ക് സാരി ഉടുക്കാൻ വലിയ പിടുത്തമില്ല, വളയൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് ഒപ്പിച്ച് സാരി ഉടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടെന്ന് പറയണേ, ഫൈനൽ ലുക്ക് ആക്ഷേപിക്കരുത്. അപ്പോൾ ബൈ ബൈ, ഇനിയും കാണാം കേട്ടോ. ടാറ്റാ.